ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ജീവിതത്തിൽ വേദനയിലൂടെയും തകർച്ചയിലൂടെയും നാം കടന്നു പോകുമ്പോൾ നമുക്കുണ്ടാകുന്ന വേദനയേക്കാൾ കൂടുതൽ നമ്മെ അലട്ടുന്നത് നാം അനുഭവിക്കുന്ന സഹനങ്ങളിൽ നിന്നും വേദനയിൽ നിന്നും എനിക്കൊരു മോചനമില്ല എന്ന ചിന്തയാണ്, ആകുലതയാണ് എന്ന് നമുക്കെല്ലാവർക്കും സംശയം പറയുവാനായിട്ട് സാധിക്കും. യേശുവിൽ പ്രിയ സഹോദരരെ, ഇന്നത്തെ സുവിശേഷത്തിൽ യേശുനാഥൻ പറയുന്നു, ഈ ലോകത്തിൽ നിങ്ങൾക്ക് ഞെരുക്കങ്ങൾ ഉണ്ടാകും, എന്നാൽ ധൈര്യമായിരിക്കുവാൻ ഞാൻ ലോകത്തെ കീഴ്പ്പെടുത്തിയിരിക്കുന്നു. ഈ വചനഭാഗത്തിലൂടെ യേശുനാഥൻ നമ്മെ ഓർമ്മിപ്പിക്കുന്നത് നാം അനുഭവിക്കുന്ന സഹനങ്ങൾക്ക്, വേദനകൾക്ക് ഒരു പരിഹാരമുണ്ട്, ഒരു അവസാനമുണ്ട് എന്ന സത്യമാണ്. എന്നാൽ എന്താണ് നമ്മുടെ സഹനങ്ങളുടെ, വേദനകളുടെ ഉറവിടം? സഭാപ്രസംഗന്റെ പുസ്തകം 7:29, ദൈവം മനുഷ്യനെ സരളഹൃദയനായി സൃഷ്ടിച്ചു, എന്നാൽ അവന്റെ സങ്കീർണമായ പ്രശ്നങ്ങൾ അവന്റെ തന്നെ സൃഷ്ടിയത്രേ. ജെറമ്യാ പ്രവാചകന്റെ പുസ്തകം 2:19, നിന്റെ ദുഷ്ടതയ്ക്കായിരിക്കും നീ ശിക്ഷിക്കപ്പെടുക. ഈ വചനഭാഗങ്ങൾ നമ്മെ ഓർമ്മിപ്പിക്കുന്നത് നമ്മുടെ ജീവിതത്തിലെ സഹനങ്ങളുടെയും വേദനകളുടെയും ഉറവിടമെന്നുള്ളത് നമ്മുടെ തന്നെ തെറ്റായ പ്രവൃത്തികളാണ് എന്ന സത്യമാണ്. നിയമാവർത്തന പുസ്തകം 30:15 നാം വായിക്കുന്നു, ഇതാ ഞാൻ നിന്റെ മുമ്പിൽ നന്മയും തിന്മയും ജീവനും മരണവും വെച്ചിരിക്കുന്നു, നിനക്കിഷ്ടമുള്ളത് എടുത്തുകൊള്ളുക. പലപ്പോഴും നന്മ തിരഞ്ഞെടുക്കാതെ തിന്മ തിരഞ്ഞെടുക്കുന്നതിന്റെ പരിണത ഫലമാണ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന സഹനങ്ങളും വേദനകളും. എന്നാൽ എന്തുകൊണ്ടാണ് നന്മ തിരഞ്ഞെടുക്കുവാൻ സാധിക്കാതെ തിന്മയിൽ നാം എല്ലാവരും അകപ്പെട്ടു പോകുന്നത്? എന്തുകൊണ്ട് എന്ന് ചോദിച്ചാൽ 1 യോഹന്നാൻ 5:19 നാം വായിക്കും, നാം ദൈവത്തിൽ നിന്നുള്ളവരാണെന്നും എന്നാൽ ഈ ലോകം മുഴുവൻ ദുഷ്ടന്റെ കരവലയത്തിലാണെന്നും നാം അറിയുന്നുവല്ലോ. ഈ ലോകത്തിൽ നാം നന്മ ചെയ്യാതിരിക്കുവാൻ നമ്മെ പിന്തിരിപ്പിക്കുന്ന ഒരു അദൃശ്യ ശക്തിയുണ്ട് എന്ന ബോധ്യത്തോടുകൂടെ ആ ശക്തിക്കെതിരെ പടപൊരുതി വിജയം വരിക്കുമ്പോൾ മാത്രമാണ് സഹനത്തിൽ നിന്നും വേദനയിൽ നിന്നും ഒരു വിമുക്തി നേടുവാൻ നമുക്കെല്ലാവർക്കും സാധിക്കുകയുള്ളൂ എന്ന ബോധ്യം നമുക്കെല്ലാവർക്കും ഉണ്ടായിരിക്കണം. അതുകൊണ്ടാണ് എഫേഷ്യൻസ് 6:12 പൗലോസ് പറയുന്നത്, മാംസത്തിനും രക്തത്തിനും എതിരായിട്ടല്ല, മറിച്ച് അന്ധകാരങ്ങൾക്കും ആധിപത്യങ്ങൾക്കും അന്ധകാര ലോകത്തിലെ പ്രഭുത്വങ്ങൾക്കും ഈ സ്വർഗീയിടങ്ങളിൽ വസിക്കുന്ന തിന്മയുടെ സ്വാധീനങ്ങൾക്കും എതിരായിട്ടാണ് നാം പടപൊരുതുന്നത്. ഈ ഒരു ബോധ്യത്തോടുകൂടെ നന്മയിൽ നിന്ന് നമ്മെ പിന്തിരിപ്പിക്കുന്ന ഒരു അദൃശ്യ ശക്തി നമുക്ക് ചുറ്റുമുണ്ട് എന്ന ബോധ്യത്തോടുകൂടെ അതിനെ മനസ്സിലാക്കി അതിനെ മറികടക്കുവാൻ പരിശ്രമിക്കുമ്പോൾ മാത്രമാണ് നമ്മുടെ ജീവിതത്തിലെ സഹനങ്ങൾക്കും വേദനകൾക്കും ഒരു പരിഹാരം കാണുവാൻ നമുക്ക് സാധിക്കുകയുള്ളൂ എന്നൊരു ബോധ്യം എപ്പോഴും നമുക്ക് ഉണ്ടായിരിക്കണം. റോമാക്കാർക്കെതിരെ ലേഖനം 8:37 പൗലോസ് ലേഖ പറയുന്നു, നമ്മെ സ്നേഹിക്കുന്നവൻ മുഖാന്തരം നമുക്ക് വിജയം പ്രാപിക്കുവാൻ സാധിക്കും. ക്രിസ്തുവിലൂടെ നമുക്കെല്ലാവർക്കും നമ്മെ പിന്തിരിപ്പിക്കുന്ന, നമ്മെ തിന്മയിലേക്ക് നയിക്കുന്ന ആ പൈശാചിക സാന്നിധ്യത്തിൽ നിന്നും വിമുക്തി പ്രാപിക്കുവാൻ സാധിക്കുമെന്ന ബോധ്യത്തോടുകൂടി അതിനാത്മാർത്ഥമായി പരിശ്രമിക്കുകയും അങ്ങനെ നന്മകൾ ചെയ്തുകൊണ്ട് നമ്മുടെ സഹനത്തിനും വേദനകൾക്കും ഒരു പരിഹാരം കണ്ടെത്തുവാൻ നമുക്ക് പരിശ്രമിക്കാം. ദൈവം നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. നമ്മുടെ എല്ലാ ആവശ്യങ്ങളും ആഗ്രഹങ്ങളും കർത്താവിന് സമർപ്പിച്ചുകൊണ്ട് കർത്താവിന്റെ ആശീർവാദത്തിനായി നമുക്ക് നമ്മെ തന്നെ ഒരുക്കാം. കർത്താവ് അനുഗ്രഹിക്കുകയും പരിപാലിക്കുകയും ചെയ്യട്ടെ. കർത്താവ് കരുണയായിരിക്കുകയും പ്രസാദിക്കുകയും ചെയ്യട്ടെ. കർത്താവ് കരുണാപൂർവ്വം കടാക്ഷിച്ച് നിങ്ങൾക്ക് സമാധാനം നൽകട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.